കുട്ടികളുടെ നെയിം ചേഞ്ചിങ്ങിനെ കുറിച്ച് നിരവധി എൻക്വയറീസ് ക്ലിയർ മൈ ഡോക്കിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബേസിൽ മൈനേഴ്സിൻ്റെ നെയിം ചേഞ്ചിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോർമലി ആളുകൾ കുഞ്ഞ് ജനിച്ച് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ പേര് ചേർക്കുന്നവരാണ്. പിന്നീട് ആ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ ആ പേര് മാറ്റി മറ്റൊരു പേര് ഇടണമെന്ന് ആഗ്രഹിച്ചിട്ടോ നെയിം ചേഞ്ചിങ്ങിന് വേണ്ടി എൻക്വയറി ചെയ്യുന്നവരാണ് പലരും. അതായത് നെയിം ഇടുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ സർനെയിം ആഡ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇനീഷ്യൽ തെറ്റായി കൊടുത്തിട്ടുണ്ടാവും, ചിലർ ഇനീഷ്യൽ ചേർത്തിട്ടുണ്ടാവില്ല. ഈ ഒരു കാറ്റഗറിയിലൊക്കെ വരുമ്പം നമ്മൾ നെയിം ചേഞ്ചിങ്ങിനെ കുറിച്ച് എൻക്വയറി ചെയ്യും. ബർത്ത് സർട്ടിഫിക്കറ്റിൽ പേര് ആഡ് ചെയ്തിട്ട് അധികം വൈകാതെ തന്നെ നമ്മൾ ആ നെയിം കറക്ഷനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അധികം ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് തിരുത്താവുന്നതാണ്. അതായത് നമ്മൾ ബർത്ത് എവിടെയാണോ രജിസ്റ്റർ ചെയ്തത്, ഇനി മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിൽ, ഇല്ല ഇനി പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്തിൽ നേരിട്ട് പോയിട്ട് ഒരു തവണ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റിൽ പേര് തിരുത്താവുന്നതാണ്. ഇനി ബർത്ത് സർട്ടിഫിക്കറ്റിൽ പേര് ചേർത്തി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ചേഞ്ചിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ നെയിമിലെ കറക്ഷനെ കുറിച്ച് ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വേണ്ടി വരും. അതായത് കുട്ടിക്ക് ആധാർ കാർഡ് എടുക്കുക, അല്ലെങ്കിൽ കുട്ടീനെ സ്കൂളിൽ ചേർത്താം. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ നെയിമിൽ ചേഞ്ച് അല്ലെങ്കിൽ കറക്ഷൻസ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ നിർബന്ധമാണ്. സ്കൂൾ അഡ്മിഷൻ എക്സ്ട്രാക്റ്റിൽ പേര് തിരുത്തുന്നതിലും അതുപോലെ തന്നെ ആധാർ കാർഡിൽ ഫസ്റ്റ് നെയിമിൽ കറക്ഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഗസറ്റ് നോട്ടിഫിക്കേഷൻ നിർബന്ധമാണ്. ഇനി പാരൻസിൻ്റെ ഇഷ്ടപ്രകാരം അതല്ലെങ്കിൽ നെയിമിലുള്ള കറക്ഷൻസിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ നെയിം ചേഞ്ചിങ് ചെയ്യാറുള്ളത് കേട്ടോ. ചിലപ്പോഴൊക്കെ കുട്ടികളുടെ ഇഷ്ടപ്രകാരം, അതായത് കുട്ടികൾക്ക് അവരുടെ പേരിനോടുള്ള താല്പര്യക്കുറവ് മൂലവും നെയിം ചേഞ്ചിങ്ങിന് നമുക്ക് എൻക്വയറീസ് വരാറുണ്ട്. ഇനി ഈ രണ്ട് കാറ്റഗറി അല്ലാതെ മൂന്നാമതൊരു കാറ്റഗറി വരുന്നത് നെയിം ഇടുന്ന സമയത്ത് ഫാദറിൻ്റെ നെയിം സർനെയിമായിട്ട് വെച്ചിട്ടുണ്ടാവും. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ഡിവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ പെട്ട ആളുകളും ആ ഒരു ഫാദർ നെയിം സർനെയിം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് മാറ്റി വീട്ടുപേരോ അതല്ലെങ്കിൽ മദേഴ്സിൻ്റെ നെയിമോ ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻക്വയറി ചെയ്യുന്നവരുണ്ട്. ഇതുപോലെ നെയിം ചേഞ്ചിങ്ങിന് കാരണം എന്ത് തന്നെ ആയാലും നമുക്ക് ഗസറ്റ് നോട്ടിഫിക്കേഷൻ എടുക്കണമെങ്കിൽ പാരൻസിൻ്റെ സമ്മതം ആവശ്യമാണ്. അതായത് മൈനേഴ്സിൻ്റെ നെയിം ചേഞ്ചിങ് ആയതുകൊണ്ട് അപ്ലിക്കൻ്റ് ആയിട്ട് ഒന്നെങ്കിൽ ഫാദർ അല്ലെങ്കിൽ മദർ ആരെങ്കിലും ഒരാളുടെ പേരിൽ നമുക്ക് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഫാദറാണ് അപ്ലിക്കൻ്റ് ആവുന്നത് എന്നുണ്ടെങ്കിൽ മദറിൻ്റെ കൺസേൺ വേണം. ഇനി മദറാണ് അപ്ലിക്കൻ്റ് എന്നുണ്ടെങ്കിൽ ഫാദറിൻ്റെ കൺസേണും വേണം. അതായത് രണ്ട് പേരുടെയും സമ്മതപ്രകാരം മാത്രമാണ് നമുക്ക് നെയിം ചേഞ്ചിങ് പോസിബിൾ ആവുള്ളൂ. ഇതുപോലെ നെയിം ചേഞ്ചിങ്ങിനെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ക്ലിയർ മൈ ഡോക്കിൻ്റെ ഫ്രീ ഡോക്യുമെൻ്റ് കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.